എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടോമി ഓർ മേ എന്നുള്ള ചാപ്റ്റർ ആണ്. ഇതാരാണ് രചിച്ചിട്ടുള്ളത്? പ്രോയിത്തി റോയ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ കാണുന്ന കുട്ടിയില്ലേ, ഈ കുട്ടീന്റെ പേരാണ് നീതു എന്നുള്ളത്. മേ നീതു ഹു എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ നീതു ആണ്. മേ എന്ന് പറഞ്ഞാൽ ഞാന്, നീതു ഹു എന്ന് പറഞ്ഞാൽ നീതു ആണ് എന്ന്. നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? കുട്ടി ഇങ്ങനെ ഉറങ്ങുന്നത് കാണുന്നുണ്ട്, ഉറങ്ങാനായിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. വ സർദിയോ കി രാത് ഥി എന്ന് വെച്ച് കഴിഞ്ഞാല് അത് തണുപ്പ് കാലത്തെ ഒരു രാത്രിയായിരുന്നു എന്നാണ്. രാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി, സർദി എന്ന് പറഞ്ഞാല് തണുപ്പ് കാലം, വ എന്ന് പറയുമ്പോൾ അത് തണുപ്പ് കാലത്തെ ഒരു രാത്രി ആയിരുന്നു. ഥി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആയിരുന്നു. ഇവിടെ ഥീക്ക് പകരം ഹെ എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ വ സർദിയോ കി രാത് ഹെ എന്നാണ് ആവുക. അപ്പോ എന്താണ്? അത് തണുപ്പ് കാലത്തെ ഒരു രാത്രി ആണ് എന്നായേനെ. പക്ഷെ ഇവിടെ ഥീന്നായതുകൊണ്ട് ഒരു രാത്രി ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നീതു ആണ്, അത് ഒരു തണുപ്പ് കാലത്തെ രാത്രി ആയിരുന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അടുത്ത പിക്ചറിൽ എന്താ കാണിക്കുന്നത്? ഒരു ജീവിനെ കാണുന്നുണ്ട് അല്ലെ. നീതു എന്താ ചെയ്യുന്നത്? ഒരു ജനലിലൂടെ പുറത്തു നോക്കുകയാണ്, രാത്രിയാണ്. അങ്ങനെ നോക്കിയപ്പോൾ എന്തോ ഒരു ജീവിനെ കണ്ടു. അപ്പൊ അടുത്ത പിക്ചറിൽ നോക്കുമ്പോൾ നീതു എന്താണ്, അത് എന്ത് ജീവിയാണെന്ന് അന്വേഷിക്കാനായിട്ട് പുറത്തോട്ട് പോയി. എന്നിട്ട് അതൊരു എന്താണ്, ഒരു ഡോഗിയാണ് അല്ലെ, ഒരു പപ്പിയാണ്, ഒരു നായ്ക്കുട്ടിയാണ് അത്. അങ്ങനെ നീതു അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിന് ഫുഡൊക്കെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് പിക്ചർ നോക്കുമ്പോൾ എന്താണ്, നീതു ഉറങ്ങുമ്പോൾ ഇതിനെ അടുത്ത് കിടത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇനി എന്താണ് താഴെ പറയുന്നത്? ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ദ് ഹെ. അതായത് ഉസേ എന്ന് പറയുമ്പോൾ അതിന് ചായ് കെ സാത്ത്, ചായ് എന്ന് പറഞ്ഞാൽ ചായ, കെ സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം, ബിസ്കുട്ട് ഖാന, ബിസ്ക്കറ്റ്, ഖാന എന്ന് പറഞ്ഞാൽ എന്താ, കഴിക്കുക, ബൊഹത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടധികം, പസന്ത് ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായിരുന്നു എന്നാണ്. പസന്ത് എന്ന് പറയുമ്പോൾ ഇഷ്ടം, പസന്ത് ഥ എന്ന് പറയുമ്പോൾ ഇഷ്ടമായിരുന്നു. അതായത് ഈ നായ്ക്കുട്ടിക്ക് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. താഴെ നോക്കുമ്പോൾ ചായയും ബിസ്ക്കറ്റും കൂടിയിട്ട് ഈ നായ്ക്കുട്ടി കഴിക്കുന്ന ഒരു പിക്ചർ കാണാനായിട്ട് പറ്റും. ഓർ മേരെ സാത്ത് ഖേൽന, അതുപോലെ തന്നെ എന്നോടൊപ്പം കളിക്കുക. ഖേൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക, മേരെ സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നോടൊപ്പം എന്നുള്ളതാണ്. ഓർ എന്ന് പറയുമ്പോൾ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. പങ്ഖെ കെ നീച്ചെ സോന, അതുപോലെ തന്നെ പങ്ഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഫാന്. കെ നീച്ചെ എന്ന് പറയുമ്പോൾ ഫാനിന്റെ താഴെ, സോന ഉറങ്ങുക. ഇതും ആ നായ്ക്കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കുട്ടിയോടൊപ്പം കളിക്കുക, നീതുവിനോടൊപ്പം കളിക്കുക, അതുപോലെ തന്നെ ചായയും ബിസ്ക്കറ്റും കൂടി കഴിക്കുക, ഫാനിന്റെ അടിയിൽ കിടക്കുക, ഇതൊക്കെ ഇഷ്ടമായിരുന്നു. ഓർ കിതാബ് പഠന, കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം, ബുക്ക്. പഠന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം എന്താണ്, ഈ നായ്ക്കുട്ടിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ താഴെയുള്ള പിക്ചർ നോക്കുന്ന സമയത്ത് എന്താണ്, നീതുവിന്റെ ബുക്സ് ഒക്കെ വലിച്ചു കീറി കടിച്ച് പിടിച്ച് കളിക്കുന്നതൊക്കെയാണ് കാണുന്നത് അല്ലെ. പിന്നീട് എന്താണ് പറയുന്നത്? പിന്നെ ഈ കുട്ടി സ്കൂളിലോട്ട് പോകുമ്പോൾ ഈ നായ്ക്കുട്ടി ബായ് ഒക്കെ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥ. അതായത് ഉസേ അതിന് അല്ലെങ്കിൽ അവന് എന്നൊക്കെ പറയാം. മേരാ ബാഹർ ജാന, ഞാൻ പുറത്തോട്ട് പോകുന്നത്. ബാഹർ എന്ന് വെച്ച് കഴിഞ്ഞതാണ് പുറത്ത്, ജാന പോകുക. അപ്പൊ ഞാൻ പുറത്തോട്ട് പോകുന്നത് അതിന് ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥ. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ, അച്ഛാ നഹി ലഗ്താ ഥ എന്ന് വെച്ചാൽ ഇഷ്ടമായിരുന്നില്ല എന്നാണ്. അപ്പൊ എന്റെ കൂടെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം, ഞാൻ പുറത്തു പോകുന്നത് എന്റെ നായ്ക്കുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഒട്ടും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? നായ്ക്കുട്ടീനെ നീതു അടുത്ത് പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് അല്ലെ. വളരെ എന്താണ്, സ്നേഹത്തോടു കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. ഹം ജബ് സാത്ത് ഹോത്തെ എന്ന് പറഞ്ഞാല് ഞങ്ങൾ എപ്പോഴൊക്കെയാണോ ഒരുമിച്ചുള്ളത്, തോ അപ്പോഴൊക്കെ, ബഹുത് ഖുഷ് രഹത്തെ എന്താണ്, വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഖുഷ് രഹന എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നീതു എന്ന് പറയുന്ന പെൺകുട്ടിയും ടോമി എന്ന് പറയുന്ന അവളുടെ നായയുമാണ്. ഓക്കെ, നായ്ക്കുട്ടിയുമാണ്. അപ്പം
അത് ഓർത്ത് വെക്കുക കേട്ടോ. ടോമി അതുപോലെ തന്നെ നീതു. പിന്നെ ഇതിൽ എന്താണ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടില്ലേ. ഒരു ദിവസം രാത്രി ഒരു നായ്ക്കുട്ടീനെ കിട്ടി. നീതു അതിനെ വളർത്താനായിട്ട് തുടങ്ങി. അവർ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. അവര് ഒന്നിച്ചുള്ള സമയത്ത് അവർക്ക് വളരെയധികം സന്തോഷമുള്ള സമയങ്ങളാണ്. അതേസമയം നീതു സ്കൂളിലും മറ്റുമായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ടോമിക്ക് അത് ഇഷ്ടമല്ല, നീതു പുറത്തു പോകുന്നത്. നീതുവിനോടൊപ്പം നിൽക്കാനാണ് എപ്പോഴും ടോമിക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.